ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നിന്ന് രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുക. എന്നിട്ട് അവിടെ അടുത്തായിട്ട് ഏർവാടി പള്ളി എന്ന് പറഞ്ഞൊരു മുസ്ലിം പള്ളിയുണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. ഈ മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏർവാടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഏർവാടിയിലോട്ട് പോകാൻ അടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് രാമനാഥപുരം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. മധുരയിൽ നിന്ന് രാമനാഥപുരത്തോട്ടുള്ള ട്രെയിൻ ഈ മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30. ആ ട്രെയിനിൽ ഞാൻ പോകുന്നില്ല. ഇപ്പം സമയം രാവിലെ 10 മണിയായിട്ടതേ ഉള്ളൂ. ഞാനിങ്ങോട്ട് വന്നത്, ഞാൻ കൊല്ലത്തു നിന്നാണ് വന്നത്. എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8:30 സ്റ്റാർട്ട് ചെയ്യുന്നൊരു ട്രെയിനുണ്ട്, അമൃത എക്സ്പ്രസ്. 16343 എന്ന ട്രെയിൻ നമ്പർ. അത് രാത്രി 8:30 തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി പിറ്റേന്ന് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും മധുരയിലെത്തും. തിരുവനന്തപുരം വഴി, കൊല്ലം വഴി, കോട്ടയം വഴി, എറണാകുളം വഴി, പാലക്കാട് വഴി മധുര വരുന്ന വണ്ടിയായത്. ഞാൻ കയറിയത് കൊല്ലത്തുനിന്നാണ് കയറിയത്. കൊല്ലത്ത് നിന്ന് ഈ മധുര വരെ വരുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 325 രൂപയാണ്. അങ്ങനെ മധുര റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് മധുര റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെയിറ്റിംഗ് റൂമെല്ലാം ഉണ്ട്. നല്ല നീറ്റായിട്ടുള്ള വെയിറ്റിംഗ് റൂമാണ്, പെയ്ഡ് വെയിറ്റിംഗ് റൂം. 1 മണിക്കൂറത്തേക്ക് 20 രൂപയാണ് ചാർജ്. അവിടെ പോയി കുളിച്ച് ഫ്രഷായിട്ട് റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് വന്നിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം പ്ലാൻ ചെയ്യാം. ഞാൻ ഒരുപാട് വീഡിയോ മധുരയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ്. മധുര റെയിൽവേ സ്റ്റേഷനിൽ റിനോവേഷൻ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധപ്പെട്ട റെയിൽവേ സ്റ്റേഷനെല്ലാം റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, അവിടെയൊക്കെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ്സൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലമാണ് ആ സ്ഥലം. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ പെരിയാർ ബസ് സ്റ്റാൻഡുണ്ട്. നമുക്ക് പോകേണ്ടത് മാട്ടുത്താവണി എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട്, MGR ബസ് സ്റ്റാൻഡ്. മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൻ്റെ വേറൊരു പേരാണ് MGR ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് രാമേശ്വരത്തോട്ടുള്ള ബസ്സിൽ കയറണം. രാമേശ്വരം പോകുന്ന ബസ് രാമനാഥപുരം വഴിയാണ് പോകുന്നത്. നമുക്ക് രാമേശ്വരം ബസ് ലക്ഷ്യമിട്ട് പോവാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടി പ്ലാൻ ചെയ്യാം. ഈ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇവിടെയായിട്ട് കുറച്ച് തട്ടുകടകളെല്ലാം ഉണ്ട്. ഞാനിവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതുവരെ പണിയൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ നമുക്ക് വിടാം. അങ്ങനെ തട്ടുകടയിൽ നിന്നും ഇഡലി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും എവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. ഒരു TVS 50 ഇരുന്ന് ചായ കുടിക്കുക. ചായ എവിടെയെങ്കിലും ഇരുന്ന് കുടിച്ചെങ്കിലേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. റെയിൽവേ സ്റ്റേഷനിലെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ തന്നെ ബസ് കയറിയിട്ട് എൻ്റെ മോഹോൺ MGR നിലയം എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് ബസ് വരും. അത് നോക്കി കയറണം. ഈ ബസ് MGR നിലയം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ബസ്സിനകത്തോട്ട് കയറാം. നല്ല വിശാലമായിട്ടുള്ള വാതിലാണ്. എവിടെയെങ്കിലും ഇരിക്കാം. ഇവിടുന്ന് ബസ് മാത്രമല്ല, ഷെയർ ഓട്ടോയും ഉണ്ട് പോകാൻ വേണ്ടിയിട്ടേ. ബസ് കിട്ടിയോണ്ട് ഞാൻ ബസ്സിലും കയറിയതാണ്. ഷെയർ ഓട്ടോയിൽ വേണമെങ്കിലും കയറി പോകാം. ഇവിടുന്ന് ഏകദേശം ഒരു 10-20 രൂപ ആവത്തുള്ളൂ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ് വരെ ഷെയർ ഓട്ടോയിൽ പോകുന്നതിന്. അങ്ങനെ മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാട്ടുത്താവണി വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 4 രൂപ ആയുള്ളൂ. ഈ ടിക്കറ്റിൽ 17 കാണിച്ചിരിക്കുന്നത്. 4ൻ്റെ അവിടെ നിന്ന് കീറിയിട്ടുണ്ട്. കണ്ടില്ലേ, 10 രൂപ കൊടുത്തപ്പോൾ 6 രൂപ തിരിച്ചു തന്നു. അതെന്തായാലും കൊള്ളാം, 4 രൂപ. ഇവിടെയൊക്കെ ആയിട്ട് നോക്കിയാൽ ചക്കയൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. ചക്കയ്ക്ക് ഇവിടെ വില കൂടുതലായിരിക്കാനാണ് സാധ്യത. തമിഴ്നാട്ടിൽ ചക്കയ്ക്ക് പൊതുവെ വില കൂടുതലാണ്. 1 കിലോ 35 രൂപ എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് ഒരു ചക്കയ്ക്ക് 100 രൂപയാണ്. ഇവിടെ എല്ലാം ചക്ക കച്ചവടം വരിയായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വൈഗ നദിക്ക് കുറുകെ കൂടെയാണ്. വൈഗയാർ. എൻ്റെ പെങ്ങടെ കൊച്ചിൻ്റെ പേരാണ് വൈഗ. അവിടെയായിട്ട് നടുക്കൊക്കെ ആയിട്ടൊരു മണ്ഡപമൊക്കെ കാണാം. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്കേ അങ്ങോട്ടൊക്കെ പോവാം. ആദ്യം നമുക്ക് ഏർവാടി പോയിട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം, ഒരു 7 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം MGR ബസ് സ്റ്റാൻഡിനടുത്ത് വന്നിരിക്കുവാണ്. MGR ബസ് സ്റ്റാൻഡിനടുത്തായിട്ടൊക്കെ നമുക്ക് വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ആര്യാസ് ഹോട്ടൽ, അങ്ങനത്തെ ഹോട്ടലുകളെല്ലാം ഉണ്ട്. വലിയൊരു ടൗണാണ് MGR ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മുടെ ബസ് MGR ബസ് സ്റ്റാൻഡിനകത്തോട്ട് വളഞ്ഞ് കയറാൻ വേണ്ടി പോവുകയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ആ കാണുന്നത് വൈൻ ഷോപ്പാണ്, വൈൻ ഷോപ്പ്. ലോക്കൽ ബസ്സെല്ലാം നിർത്തുന്നത് ഈ ഒരു സ്ഥലത്താണ്. നമുക്ക് പോകേണ്ടത്
അപ്പുറത്തെ സൈഡിലായിട്ടാണ്. അവിടെ ആ രാമേശ്വരം പോകുന്ന ബസ്സെല്ലാം നിർത്തുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഇറങ്ങാം. ഇത് ബസ്സിലായിട്ട് ഈ ഒരു സീറ്റ് നോക്കേ, കണ്ടക്ടറിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റാണ്. അത് കൊള്ളാം അല്ലേ? കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇറങ്ങി നമുക്ക് രാമേശ്വരം ബസ് നോക്കാം. തമിഴ്നാടിൻ്റെ പുതിയ ബസ് അതാ ഈ കാണുന്നത്. ഇത് കൊള്ളാം. അങ്ങനെ MGR ബസ് സ്റ്റാൻഡിനകത്ത് ഒരുപാട് കടകളും സ്റ്റാളുകളും എല്ലാം ഉണ്ട്. ജിഗർദണ്ഡ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. ഇവിടെ ജിഗർദണ്ഡയുടെ ബോർഡൊക്കെ ഉണ്ട്. ജിഗർദണ്ഡ 50 രൂപ 80 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ SBIയുടെ ATM ഉണ്ട്. അങ്ങനെ എനിക്ക് ATM-ൽ നിന്ന് ക്യാഷ് എടുക്കണം. SBIയുടെ മാത്രമല്ല, അത് അവിടെ ആയിട്ട് കാനറ ബാങ്കിൻ്റെ ATM-ഉം ഉണ്ട്. അതെന്തായാലും കാര്യമായി, ATM-കൾ അകത്ത് തന്നെ ഉള്ളത്. അങ്ങനെ ATM-ൽ നിന്ന് ക്യാഷെല്ലാം എടുത്തിട്ട് ലോക്കൽ ബസ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിപ്പം ഒരുപാട് ദൂരോട്ട് പോകുന്ന ബസ്സുകൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് വന്നിരിക്കുവാണ്. ഇതെല്ലാം ലോങ് പോകുന്ന ബസ്സുകളാണ്. പ്രൈവറ്റ് ബസ്സുണ്ട്, പിന്നെ അല്ലാത്ത ഗവൺമെൻറ്റിൻ്റെ ബസ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രാമേശ്വരം പോകുന്ന ബസ് നോക്കണം. എന്നിട്ട് ആ ബസ്സിൽ കയറിയിട്ട് നമുക്ക് പോവാം. ഇത് തന്നെ ഒരു 3-4 തവണ പറഞ്ഞല്ലേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കാലാവസ്ഥ കണ്ടില്ലേ, ഒന്നും മങ്ങിക്കിടക്കും. അതുകൊണ്ട് വലിയ വെയിലില്ല. അതെന്തായാലും കാര്യമായി. അപ്പോൾ ഞാൻ ഇഡ്ഡലി കഴിച്ച കടയിൽ അവർ പറഞ്ഞതാണ്, കുറ്റാലത്ത് മഴയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാലാവസ്ഥ മങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത്. കുറ്റാലത്ത് മഴയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളം ആ ഭാഗത്തെല്ലാം മഴയാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥ ഇങ്ങനെ മങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത്. ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കൊല്ലത്തൊക്കെ ഒരു രക്ഷയില്ലാത്ത മഴയാണ്, ഭയങ്കര മഴയായിരുന്നു. ഇതാ ഇവിടെ ഈ ബസ് രാമേശ്വരം പോകുന്ന ബസ്സാണ്. രാമനാഥപുരം എന്നും പറഞ്ഞ് എഴുതി പോവുകയും ചെയ്തായിരുന്നു LED ബോർഡ്. ഇത് ഇപ്പോഴും വേറൊരു ബസ് റിവേഴ്സ് എടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇതും രാമേശ്വരം പോകുന്ന ബസ്സാണ്. ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിപ്പോഴും വന്ന് നിർത്തിയതേ ഉള്ളൂ, അതുകൊണ്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുള്ളായിരിക്കാം. ആദ്യം ഇതായിരിക്കും പോകുന്നത്. അങ്ങനെ ഞാനിങ്ങനെ നിന്നപ്പോഴത്തേക്കും ദാ ഇവിടെ ഒരു ബസ് രാമേശ്വരത്തോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബസ്സിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ ബസ്സിനകത്ത് വിൻഡോ സീറ്റിലിരിക്കുവാണ്. രാംനാഥ് രാമേശ്വരം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ട് ഈ ബസ്സിലെ കണ്ടക്ടർ ചേട്ടൻ. രാംനാഥ് എന്നാണ് പറയുന്നത്, രാമനാഥപുരം എന്നങ്ങനെ പറയുന്നില്ല, ഷോർട്ടാക്കി പറയുവാണ് രാംനാഥ്. അങ്ങനെ നമ്മുടെ രാമേശ്വരത്തോട്ടുള്ള ബസ് മധുര മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. യാത്ര പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ബസ് കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഒരു ബസ് സ്റ്റാൻഡിലോട്ട് വളഞ്ഞു കയറിയിരിക്കുവാണ്. വലിയ ബസ് സ്റ്റാൻഡൊന്നുമല്ല, പാർത്ഥിപനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അല്ല, ഈ സ്ഥലത്തിൻ്റെ പേര് പാർത്ഥിപനൂർ. എന്തായാലും പാർത്ഥിപനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. മെയിൻ ഹൈവേ നിന്ന് കുറച്ചുള്ളിലോട്ട് കയറിയിട്ടാണ് ബസ് പാർത്ഥിപനൂർ ബസ് സ്റ്റാൻഡിലോട്ട് കയറിയത്. അപ്പോൾ വീണ്ടും വലിയ ഹൈവേയിലോട്ട് ബസ് തിരിച്ചു പോവുകയാണ്. മധുരൈ ടു രാമേശ്വരം ഹൈവേ. അങ്ങനെ നമ്മൾ നേരത്തെ ബസ് കയറിയ പാർത്ഥിപനൂരിൽ നിന്നും വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും വേറൊരു ടൗണിലോട്ട് എത്തിയിരിക്കുവാണ്. ഇത് പക്ഷേ അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഫ്ലൈ ഓവറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വലിയൊരു ടൗണാണ്. പരമക്കുടി എന്ന് പറഞ്ഞ സ്ഥലമായത്. ഞാൻ ഈ ബസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് കണ്ടക്ടർ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, പരമക്കുടി വഴി രാമനാഥപുരം വഴി രാമേശ്വരം എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ പരമക്കുടിയാണ് ഈ പരമക്കുടി. കുറച്ചധികം കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ടൗണാണ് പരമക്കുടി. ഇതെവിടെയായിട്ട് നോക്കേ, റിലയൻസിൻ്റെ പമ്പൊക്കെ ഉണ്ട്. ഇതാ നോക്കേ, ഈ യൂണിഫോം ആയിരുന്നു എൻ്റെ 10ാം ക്ലാസ്സിലെ യൂണിഫോം. ഞാനങ്ങനെ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു യൂണിഫോം വേറെ എവിടെയും കണ്ടിട്ടില്ല. അതോ നോക്കി ഒരു കാളവണ്ടി നിൽക്കുന്നതൊക്കെ എല്ലാം ടക്കേന്ന് കഴിയുക. ഒരുപാട് കൊച്ചു കൊച്ചു കടകളൊക്കെ ആയിട്ട് രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം കാണാൻ. അങ്ങനെ പരമക്കുടി ബസ് സ്റ്റാൻഡിനകത്തോട്ട് ബസ് വളഞ്ഞു കയറാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നൊരു സ്ഥലമാണ് പരമക്കുടി. നോക്കേ, ഒരുപാട് ആൾക്കാർ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പരമക്കുടി എന്ന് പറഞ്ഞ സ്ഥലം വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമായിരിക്കാം, അതാണ് ഇത്രയും ജനം. പരമക്കുടി ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തി. ഇതോ അവിടെയായിട്ട് പേ ആൻഡ് യൂസ് ടോയ്ലറ്റിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പരമക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ബസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഒരുപാട് നേരം നിർത്തിയൊന്നുമില്ല. ഇതിനകത്തുനിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. അവരിറങ്ങി വീണ്ടും ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെയൊക്കെ ആയിട്ട് കളർഫുള്ളായിട്ടുള്ള ബസ്സുകൾ കിടക്കുന്നതൊക്കെ. സെന്താമരൈ ഈ ബസ്സിൻ്റെ പേര്. അങ്ങനെ നമ്മൾ മധുര ജംഗ്ഷനിൽ നിന്നും 116 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വന്നതിന് ശേഷം ഇപ്പം രാമനാഥപുരം ടൗണിലോട്ട് ബസ് കയറിയിരിക്കുവാണ്. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും രാമനാഥപുരം ബസ് സ്റ്റാൻഡുണ്ട്. രാമനാഥപുരം രാംനാഥ് എന്നും എഴുതിയിട്ടുണ്ട് കടകളുടെയൊക്കെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ 2 പേരിലും പറയും, രാംനാഥ് അല്ലെങ്കിൽ രാമനാഥപുരം. അത്യാവശ്യം വലിയൊരു ടൗണാണ് രാമനാഥപുരം.
നേരത്തെ നമ്മളൊരു പരമക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടില്ലായിരുന്നോ? ഏകദേശം അതേപോലത്തെ ഒരു ടൗൺ തന്നെയാണ് ഈ രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലവും. ഇവിടെ അടുത്ത് ഏതോ അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ ഇവിടെയൊക്കെ ആയിട്ട് പൂക്കടകൾ കണ്ടില്ലേ? സാധാരണ അമ്പലമായിട്ട് ചുറ്റിപ്പറ്റിയായിരിക്കും പൂക്കടകളൊക്കെ കാണുന്നത്. അങ്ങനെ രാമനാഥപുരം ബസ് സ്റ്റാൻഡിലോട്ട് ബസ് കയറുവാണ്. രാമേശ്വരത്തോട്ട് പോകുന്ന ബസ്സുകളെല്ലാം ഇവിടെ കുറച്ച് നേരം ഹാൾട്ടിംഗ് ഉണ്ട്. അത്യാവശ്യം യൂറിനൊക്കെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. അപ്പോഴെന്തായാലും ഞാൻ ഈ ഹാൾട്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല, ഞാനിവിടെ ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ ബസ് വന്നിറങ്ങിയിരിക്കുവാണ്. മധുരയിൽ നിന്നും രാമനാഥപുരം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 95 രൂപ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വേണം ഏർവാടിയിലോട്ടുള്ള ബസ് നോക്കി കയറാൻ. ഈ ബസ്സൊക്കെ തിരുച്ചിയിലോട്ട് പോകുന്ന ബസ്സാണ്. തിരുച്ചി, പട്ടുക്കോട്ടൈ, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലോട്ടുള്ള ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. ഇത് ഏർവാടിയിലോട്ട് പോകുന്ന ബസ്സാണ് ഈ കാണുന്നത്. ഇപ്പോഴത്തന്നെ അത്യാവശ്യം സീറ്റ് ഫില്ലായിട്ടുണ്ട്. നോക്കാം, സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് കയറാം. ഒരുപാട് ബസ് ഏർവാടിയിലോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് സീറ്റ് ഇല്ലാത്ത ബസ്സിലൊന്നും കയറേണ്ട കാര്യമില്ല. ഇതവിടെ ബസ്സിന് സൈഡിലായിട്ട് ചോളത്തിൻ്റെയൊക്കെ കച്ചവടം, ചോളം, പുഴുങ്ങിയ കപ്പലണ്ടി, അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്. എന്തായാലും ഒരു ചോളം വാങ്ങാം. ഇത് എவ்வளோண்ணே? 20 ഒരെണ്ണം. ഇപ്പം സമയം 1:30 ആയിട്ടുണ്ട്. ഊണ് കഴിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറുതായിട്ടൊന്ന് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഒരു ചോളം വാങ്ങി കഴിക്കാം. നല്ല ചൂടുണ്ട്. അങ്ങനെ ഞാൻ ആ ചോളം എല്ലാം മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എന്താ വേറൊരു ബസ് വന്നിട്ടുണ്ട്, ഏർവാടി ദർഗ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബസ്സിലോട്ട് കയറാം. അതെ, ഇവിടെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാ ഒരു ചേട്ടൻ നിന്ന് അനൗൺസ് ചെയ്യുന്ന കണ്ടില്ലേ? ഇതേപോലെ അനൗൺസ് ചെയ്യുന്ന മൈക്ക ആ ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അത് കൊള്ളാമല്ലേ? അപ്പോഴെന്തായാലും നമുക്ക് ബസ്സിലോട്ട് കയറാം. അങ്ങനെ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഏർവാടിക്കുള്ള ബസ് പുറപ്പെട്ടിരിക്കുവാണ്, സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഇപ്പം സമയം 1:45 സമയത്തിൻ്റെ കാര്യം പറയുന്നു വേണ്ട, ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ് ഏർവാടിക്കുണ്ട്. അപ്പോൾ ഇന്ന സമയത്ത് ഇന്ന ബസ്സെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഒന്ന് പറഞ്ഞതാ, 1:45 ഈ ബസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്ററാണ് ഏർവാടിക്കുള്ളത്. അങ്ങനെ നമ്മൾ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 30 രൂപ. രാമനാഥപുരം മുതൽ ഏർവാടി വരെ 30 രൂപ, 30 കിലോമീറ്റർ. അങ്ങനെ വളരെ വിജനമായിട്ടുള്ള സ്ഥലത്തോട് ബസ് കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് കീഴക്കരൈ. ഇതൊരു കോഴിക്കടയുടെ ഫ്രണ്ടിലാണ് ബസ് നിർത്തിയിരിക്കുന്നത്. 240 രൂപ ഇന്നത്തെ വില, കോഴിയുടെ വില. 2024 ജൂൺ 27 കോഴിയുടെ വില 240 രൂപ. കീഴക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല വീതിയുള്ള ഹൈവേ കൂടെ ഇത്രയും നേരം വന്നതേ. ഇനിയിപ്പം ഇതാ ചെറിയ വഴി കൂടെ ബസ് പോകുന്നത്. ഒരു ബസ് സ്റ്റാൻഡിനകത്തോട്ട് ബസ് വളഞ്ഞു കയറുവാണ്. കീഴക്കര ബസ് സ്റ്റാൻഡിനകത്തോട്ട് ബസ് വളഞ്ഞു കയറിയിരിക്കുവാണ്. ഇവിടുന്ന് കുറച്ചധികം ആൾക്കാർ ബസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ കീഴക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെട്ടിരിക്കുവാണ്. ഇത് അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു സ്കൂളൊക്കെ ഉള്ളൊരു സ്ഥലമെത്തി. ഏർവാടി 623566 പിൻകോഡ്. ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം. മൊത്തത്തിലൊരു വരൾച്ച ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ സ്കൂളൊക്കെ കണ്ട സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ വണ്ടി ഫ്രണ്ടിലോട്ട് വന്നിട്ട് ലാസ്റ്റ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇതാണ് ഏർവാടി ദർഗയുടെ ബസ് സ്റ്റോപ്പ്. ഇത് ഇവിടെ നിന്ന് നേരെ കാണാം ദർഗ. ഈ ആർച്ചിനകത്തായിട്ടേ ഇവിടുത്തെ ഉറൂസൊക്കെ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോഴതുമായിട്ട് ബന്ധപ്പെട്ട ആർച്ചായി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വഴി നേരെ ചെല്ലുന്നതാണ് ഏർവാടി ദർഗ. ഒരുപാട് ബസ് സൗകര്യമൊക്കെ ഉണ്ട് എപ്പോഴുമേ. ഇതാ കണ്ടില്ലേ ഒരു ബസ് വന്നിരിക്കുന്നത്. കീഴക്കര എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് ഇതാ ഒരു ബസ് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ അതുവഴി അങ്ങോട്ട് വന്നത്. ഈ ബസ്സും കീഴക്കര എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുള്ള ബസ്സാണ്. ഇവിടെ നിന്ന് യൂ ടേൺ എടുത്ത് തിരിച്ചു പോകും. ഞാൻ വന്ന് ബസ് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഇവിടെ ആയിട്ട് റൂമൊക്കെ ഉണ്ട്. റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കേരള റെസ്റ്റോറൻറ്റ്, കേരള ഊൺ. മലയാളത്തിലാണ്
ഒരുവിധപ്പെട്ട ബോർഡിൻ്റെ എല്ലാം എഴുത്തുകൾ വീട്ടിലെ ഊണ്, പുട്ട്, ബീഫ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഒരുപാട് മലയാളീസ് വരുന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് മലയാളം ബോർഡുകൾ ഒരുപാടുണ്ട്. ഇതെവിടെയൊക്കെയായിട്ട് കണ്ടില്ലേ കേരള രജിസ്ട്രേഷൻ ബസ്സുകളെല്ലാം കിടക്കുന്നത്. ഈ 2 ബസ്സും കേരള രജിസ്ട്രേഷൻ ബസ്സുകളാണ്. ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമെല്ലാം ഉണ്ട്. കുളിക്കുന്ന സ്ഥലം, സ്ത്രീകൾ, പുരുഷന്മാർ, കണ്ടില്ലേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ റൂമിൻ്റെ കാര്യമെല്ലാം ചോദിച്ചു. സിംഗിൾ റൂമിന് 300 രൂപ മുതലുണ്ട് കേട്ടോ. 300, 500, 700, 800, 1200 അങ്ങനെ പല റേറ്റിനുണ്ട്. 1200-ന് AC റൂമാണുള്ളത്. അത് ഫാമിലി റൂമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നടന്നതാ മെയിൻ ദർഗയുടെ ആർച്ചിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. ആ മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് പൂക്കച്ചവടവും പിന്നെ അങ്ങനത്തെ പലതരം കച്ചവടങ്ങളെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ ഈത്തപ്പഴമൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇതെവിടെയായിട്ട് കുറച്ചധികം കന്നുകാലികൾ നിൽപ്പുണ്ട്. സൂക്ഷിക്കണം, ഇതിനെയൊക്കെ പെട്ടെന്ന് ഓടി വരും. അങ്ങനെ ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയെല്ലാം ദർഗയുടെ ചുറ്റുപാടുമുള്ള വഴി കൂടെയൊക്കെയാണ്. ദർഗയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നിട്ട് ഏകദേശം ആ ഒരു മെയിൻ തിരക്കൊക്കെ മാറി ജസ്റ്റ് ഇതുവഴി ഒന്ന് നടന്നു വന്നേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് ആ ഒരു ടൗണിൻ്റെ ഏരിയയിലോട്ട് പോകാം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു ബിരിയാണി വാങ്ങി കഴിക്കാമെന്നാണ്. പള്ളിയും പരിസരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ബിരിയാണി കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. ഇപ്പം സമയം 3 മണിയായിട്ടുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ഒരു ബിരിയാണി വാങ്ങി കഴിക്കാം. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചു. സത്യത്തിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബിരിയാണിക്ക് 120 രൂപ. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു ദർഗയ്ക്കകത്തൊക്കെ ഒന്ന് കയറി നടന്നിട്ട് വരാം. അങ്ങനെ ഞാൻ ദർഗയിലെല്ലാം കയറിയിട്ട് വന്നപ്പോഴത്തേക്കും എന്താ ഒരു കളർഫുൾ ബസ് വന്ന് നിൽപ്പുണ്ട്. രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്, അത് ഞാൻ പറയാം. ആദ്യമേ അതിവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ബസ്സിൽ കയറി രാമനാഥപുരം ചെന്നിട്ട് പറയാം. അങ്ങനെ നമ്മൾ ഏർവാടി ദർഗയെല്ലാം പോയിട്ട് ഇപ്പം രാമനാഥപുരം ബസ് സ്റ്റാൻഡിനടുത്ത് ബസ് ഇറങ്ങിയിരിക്കുവാണ് വന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ബസ്സിൽ കയറി ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നു അവിടെ നിന്ന് പറയാൻ പറ്റത്തില്ലെന്ന് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഈ മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരും അവരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരുപാട് വിഷമിച്ചൊക്കെ നിൽക്കും ആ ഒരു സ്ഥലത്തൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് മോശമല്ലേ. പിന്നൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഞാൻ പോയിട്ടുള്ളത്. കൊല്ലം ആ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കേസുകൾ വേറെ ഹോസ്പിറ്റലൊന്നും എടുത്തില്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് പേരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ കണക്കത്തെ ആക്സിഡൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്. അപ്പോഴവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. എല്ലാ മെഡിക്കൽ കോളേജും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോഴെന്തായാലും അവിടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മളവിടെ പോയിട്ട് ആ ഒരു ദിവസം മൊത്തം എന്തോ പറയുന്നത് മനുഷ്യരുടെ പല അവസ്ഥകൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊരുമാതിരി ഇങ്ങനെ മരവിക്കുമല്ലോ. മനസ്സ് കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഇപ്പോഴും ആ ഒരു സ്ഥലത്ത് നിന്ന് ആ കണ്ട കാര്യങ്ങളിൽ നിന്നൊന്നും വിട്ടങ്ങനെ മാറിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോഴെന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മധുരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സും കിട്ടും, ട്രെയിനും കിട്ടും. ട്രെയിൻ 5:20 ട്രെയിനുണ്ട്. അതിപ്പോഴും സമയം 5:15 ആയിട്ടുണ്ട്. ആ ട്രെയിൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ട്രെയിൻ പിടിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബസ് മധുരയിലോട്ടുണ്ട്. എന്തായാലും മധുരയിലോട്ട് പോകാം, എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം. എന്തായാലും നമ്മുടെ ഈ ഒരു ഏർവാടി വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.